വിഴിഞ്ഞത്തെ ഓഹരി കൈമാറ്റ നീക്കത്തിൽ കരാർ ലംഘനം ചർച്ചയാക്കി CPIM. തൂത്തുക്കുടിയിൽ ടെർമിനലുള്ള MSC കമ്പനി വിഴിഞ്ഞം തുറമുഖത്ത് നിക്ഷേപം നടത്തിയത് കരാർ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ആരോപണം. അതിനിടെ വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ കത്തിന് മുഖ്യമന്ത്രി മറുപടി നൽകി. വിഴിഞ്ഞം തുറമുഖത്ത് പണം മുടക്കുന്നവർക്ക് 250 കിലോമീറ്റർ ചുറ്റളവിലുള്ള മറ്റൊരു തുറമുഖത്തും നിക്ഷേപം നടത്താനാവില്ല. 250 കിലോമീറ്ററിനുള്ളിലുള്ള തുറമുഖത്ത് നിക്ഷേപം നടത്തിയവർക്ക് വിഴിഞ്ഞത്ത് നിക്ഷേപം നടത്താനുമാവില്ല എന്നതാണ് കരാർ. വിഴിഞ്ഞത്ത് നിന്ന് 190 കിലോമീറ്റർ ദൂരത്തുള്ള തൂത്തുക്കുടി ടെർമിനലിൽ MSC കമ്പനിക്ക് ടെർമിനലുണ്ട്. തൂത്തുക്കുടിയിലെ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ പൂർണ്ണമായിട്ടും അവരുടേതാണ്. അങ്ങനെയുള്ളൊരു കമ്പനി എങ്ങനെയാണ് വിഴിഞ്ഞത്ത് 49% ഓഹരി വാങ്ങുന്നത്? ദേശാഭിമാനി ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇക്കാര്യം ആവർത്തിക്കുന്നുണ്ട്. ഇതിനകം തന്നെ കരാർ ലംഘിച്ച അദാനി ഗ്രൂപ്പിനെതിരെ നിയമ നടപടി സ്വീകരിക്കണം CPIM ആവശ്യപ്പെടുന്നു. അതേസമയം വിഴിഞ്ഞത്തെ ഓഹരി കൈമാറ്റത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ കത്തിന് മറുപടി നൽകി മുഖ്യമന്ത്രി VD സതീശൻ രംഗത്ത് വന്നു. ഈ സർക്കാരിന്റെ കാലയളവിൽ അദാനി കമ്പനിയുടെ ഓഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട യാതൊരു തീരുമാനങ്ങളോ അനുമതികളോ സംസ്ഥാനം നൽകിയിട്ടില്ലെന്നാണ് VD സതീശന്റെ മറുപടി. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.